മക്കാബിയരുടെ രണ്ടാം പുസ്തകം 12-ാം അധ്യായം 12 മുതൽ 16 വരെ തിരുവചനങ്ങൾ. ബരക്കമാർ. പല കാര്യങ്ങൾക്കും അവരെക്കൊണ്ട് പ്രയോജനമുണ്ടാകുമെന്ന് യൂദയ്ക്ക് തോന്നി. അവരുമായി രമ്യപ്പെട്ടു, സഖ്യവും ചെയ്തു. അവരുടെ കൂടാരങ്ങളിലേക്ക് പോയി. കോട്ടകളാൽ വലയം ചെയ്യപ്പെട്ട സുശക്തമായ ഒരു നഗരത്തെ യൂദ ആക്രമിച്ചു. അവിടെ വളരെയേറെ വിജാതീയർ പാർത്തിരുന്നു. അതിൻ്റെ പേര് കസ്പ. സ്ഥലവാസികൾ കോട്ടകളുടെ ഭദ്രതയിലും അതിനുള്ളിൽ അവർ സംഭരിച്ചു വച്ചിരുന്ന ആയുധ ബഹുലതയിലും ധൈര്യം പൂണ്ട് യൂദയെയും കൂട്ടരെയും പരിഹസിച്ച് അപമാനിച്ചും കൊണ്ടിരുന്നു. കൊള്ളരുതാത്ത വൃത്തികെട്ട വാക്കുകളാണ് അഹങ്കാരത്തോടെ അവർ ആവർത്തിച്ചിരുന്നത്. യൂദായും സംഘവും കല്ലുകൊണ്ടോ യുദ്ധതന്ത്രങ്ങൾ കൊണ്ടോ മനുഷ്യഹസ്തനിർമ്മിതമായവ കൊണ്ടോ അല്ലാതെ യോശുവയുടെ കാലത്ത് യെരിഹോ കോട്ട മറിച്ചിട്ടവനായ ലോകങ്ങളുടെ ബലവാനായ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ക്രൂരമൃഗങ്ങളെപ്പോലെ അവർ കോട്ടയോട് പാഞ്ഞെടുത്തു. കോട്ട മറിച്ചിട്ട് നഗരം പിടിച്ചടക്കി. ദൈവതിരഹിതത്താൽ അവർ അവരെ കൊന്നൊടുക്കി. അതിനടുത്ത് ഏകദേശം 2 സ്ഥാദിയോൻ വിസ്താരമുള്ള തടാകം മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞു. മനുഷ്യസ്നേഹമുള്ള ദൈവമായ കർത്താവേ, നിന്നെ ശുശ്രൂഷിക്കുന്നതിന് ഉണർവുള്ളവരും നിന്റെ കൽപ്പനകളെ ആചരിക്കുന്നതിന് ഒരുക്കമുള്ളവരും നിന്റെ കരുണയെ സന്തോഷിപ്പിക്കുന്നവരുമായിരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആമേൻ.